നമ്മുടെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർണമെന്റ്സ് മാത്രമല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിൽക്കുമ്പോൾ അതിന് മാക്സിമം വില കിട്ടാൻ എല്ലാവരും ശ്രമിക്കും. അപ്പോൾ നമ്മുടെ പഴയ സ്വർണ്ണാഭരണം നമ്മൾ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 7 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ 7 പോയിന്റ്സ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം റൈറ്റ് കിട്ടും. അല്ലെ, ഫസ്റ്റ് പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ ഓർണമെന്റ്സ് എവിടുന്ന് ഏത് ജ്വല്ലറിയിൽ നിന്നാണ് എടുത്ത് ആ ജ്വല്ലറി കൊണ്ടുപോയി കൊടുക്കുക. അതിന് 3 കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ജ്വല്ലറി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ തന്നെ ബില്ല് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് സ്റ്റോണിൻ്റെ വെയിറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എത്രയാണോ അതിൻ്റെ നെറ്റ് വെയിറ്റ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേയ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടും. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ട് പോളിസികൾ ഉണ്ടാവും. ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ആകുമ്പം 2%, 3% ഒരു പോളിസി ഉണ്ടാവും. അപ്പോൾ അവർ ആ പോളിസിയിൽ എന്ത് ചെയ്യും, ഇനി മാർക്കറ്റിൽ പുറത്ത് റേറ്റ് കുറവാണെങ്കിൽ ആ പോളിസി നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ആ മാർക്കറ്റ് റേറ്റിൽ കൂടുതൽ ചിലപ്പം തരും. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓർണമെന്റ്സ് അവിടെ കൊണ്ടുവരുമ്പോൾ ഇതിന് പ്യൂരിറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇത് അങ്ങനെയൊന്നും അവർ പറയില്ല. കാരണം അവർ ഓൺ പ്രൊഡക്റ്റാണ്. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ജ്വല്ലറിയിൽ നിന്നാണോ ആ ഓർണമെന്റ്സ് എടുത്ത് ആ ജ്വല്ലറി തന്നെ ഓൾഡ് വിൽക്കാൻ കൊണ്ടുപോകുക. അത് ഫസ്റ്റ് പ്രിഫറൻസാണ്. മക്കളെ, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് എൻ്റെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.